morning. Good morning, ma'am. Good morning, ma'am. എല്ലാവർക്കും ഇനിയുണ്ട് പഠിപ്പൊക്കെ സ്റ്റാർട്ട് ചെയ്തോ റിവിഷൻ? പഠിച്ചു തുടങ്ങിയാ? കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ എടുത്തത് നഴ്സിംഗ് സൂപ്പർവൈസർ വരെ ആയിരുന്നല്ലേ? ആണോ? ആരാ നഴ്സിംഗ് സൂപ്പർവൈസർ എന്ന് പറഞ്ഞാല്? അയച്ചു നോക്കിയായിരുന്നോ? ഒരാള് പറയോ ആരാണ് നഴ്സിംഗ് സൂപ്പർവൈസർ എന്ന് പറഞ്ഞാല്? ആർക്ക് പറയാൻ പറ്റും? മാം ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ ഉണ്ടായിരുന്നില്ല. റെക്കോർഡിംഗ് ക്ലാസ് കണ്ടില്ലേ? സമയം കിട്ടിയില്ല. ശ്രുതി കണ്ണൻ ഞാനും ഉണ്ടായിട്ടില്ല, കുറച്ച് ദിവസമായിട്ട് ചേരാൻ പറ്റിയിട്ടില്ല. കണ്ടോണ്ടിരിക്കുന്നേ ഉള്ളു റെക്കോർഡ് ക്ലാസ്സേ. എത്ര വരെ എടുത്തത്? നഴ്സിംഗ് സൂപ്പർവൈസർ വരെ അല്ലേ എടുത്തത്? ആണോ? സൂപ്പറിൻറ്റൻഡന്റ് വരെയാണ് എടുത്തത്. ഓരോ ക്ലാസ്സിലും കയറി എടുത്തിട്ടില്ല. ക്ലാസ്സുകളുടെ സൂപ്പറിൻറ്റൻഡന്റ് വരെയാണ് എടുത്തത്. എന്താണ് സൂപ്പറിൻറ്റൻഡന്റ്? പറഞ്ഞോളൂ. സൂപ്പറിൻറ്റൻഡന്റ് ആരാണ്? ഇതൊക്കെ നമ്മൾ പറഞ്ഞത് സൂപ്പറിൻറ്റൻഡന്റ്. അദ്ദേഹം എന്തായിട്ടാണ് പ്രവർത്തിക്കുന്നത്? അതൊക്കെ പറയോ? വായിച്ചു നോക്കിയില്ലേ നിങ്ങള്? സൂപ്പറിൻറ്റൻഡന്റ് എന്താണ്? ആക്ട് ആസ് എ നഴ്സിംഗ് ഡയറക്ടർ അല്ലേ? ഓക്കെ. അതുപോലെ തന്നെ സെക്കൻഡ് കമാൻഡ് ആയിട്ട് പ്രവർത്തിക്കുന്നത് സൂപ്പറിൻറ്റൻഡന്റ് ആണ്. ഓക്കെ. ഇനി നഴ്സിംഗ് സൂപ്പർവൈസർ നമ്മള് നെക്സ്റ്റ് എടുക്കാൻ പോകുന്നത് നഴ്സിംഗ് സൂപ്പർവൈസർ. നോക്കിക്കോളൂ. നഴ്സിംഗ് സൂപ്പർവൈസർ ഈസ് കൺസിഡേർഡ് എ നഴ്സിംഗ് എക്സിക്യൂട്ടീവ് ആൻഡ് ഈസ് പാർട്ട് ഓഫ് ദ ലീഡർഷിപ്പ് ടീം ആൻഡ് ഈസ് കൺസിഡേർഡ് എ നഴ്സിംഗ് എക്സിക്യൂട്ടീവ്. എന്താണ് നഴ്സിംഗ് സൂപ്പർവൈസറെ പറയുന്ന മറ്റൊരു പേരാണ് നഴ്സിംഗ് എക്സിക്യൂട്ടീവ്. നഴ്സിംഗ് എക്സിക്യൂട്ടീവ് ആയിട്ട് പ്രവർത്തിക്കുന്നത് ആരാണ്? നഴ്സിംഗ് സൂപ്പർവൈസർ ആണ്. മാർക്ക് ചെയ്ത് വെച്ചേ. നഴ്സിംഗ് സൂപ്പർവൈസർ ഈസ് കൺസിഡേർഡ് ആസ് എ നഴ്സിംഗ് എക്സിക്യൂട്ടീവ്. ഓക്കെ. ഇനി നെക്സ്റ്റ് സെന്റൻസ് നോക്കിയേ. There is a nursing supervisor available around the clock. എന്തായിരിക്കും ഉദ്ദേശിക്കുന്നത്? There is a nursing supervisor available around the clock. എന്താണ് ക്ലോക്കിന്റെ കാര്യമൊക്കെ പറയുന്നുണ്ട്. എന്തായിരിക്കും അവിടെ ഉദ്ദേശിക്കുന്നത്? ക്ലോക്ക് എന്ന് പറഞ്ഞാല്
അവൈലബിൾ അറൗണ്ട് ദ ക്ലോക്ക്. 24 hours അവിടെ അവൈലബിൾ ആയിരിക്കും അല്ലെ. നമ്മൾ പഠിച്ചു OPD-യിലൊക്കെ എന്താണ് 24 hours into 7 പഠിച്ചിട്ടില്ലേ? എന്താണ് 7 എന്ന് പറഞ്ഞാല് ഉദ്ദേശിക്കുന്നത് എന്താണ്? 24 hours into days, 7 days. അപ്പൊ അവിടെ 24 hours അതുപോലെ തന്നെ 7 days എല്ലായ്പ്പോഴും അവിടെ അവൈലബിൾ ആയിട്ടുള്ള ഒരാളാണ് ആര്? നഴ്സിംഗ് സൂപ്പർവൈസർ എന്ന് പറയുന്നത്. നഴ്സിംഗ് സൂപ്പർവൈസർ should always be ready to attend the patient either in person or by way of consultation in an on call capacity. എന്താണ് നഴ്സിംഗ് സൂപ്പർവൈസർ ആരെയാണ് അറ്റൻഡ് ചെയ്യുന്നത്? പേഷ്യന്റിനെ അറ്റൻഡ് ചെയ്യും അല്ലെ. എന്ത് ഡ്യൂട്ടി മാർക്കാണുള്ളത്? നഴ്സിംഗ് സൂപ്പർവൈസർക്കാണ് ഉള്ളത്. പേഷ്യന്റിനെ ചെക്ക് ചെയ്യാനായിട്ടുള്ള ഡ്യൂട്ടിയും അതിന്റെ റെസ്പോൺസിബിലിറ്റി ആർക്കുണ്ട്? നഴ്സിംഗ് സൂപ്പർവൈസർക്കുണ്ട്. ഇനി നഴ്സിംഗ് സൂപ്പർവൈസറെ നോക്കിയിട്ട് പറ്റുന്നില്ല, രോഗിയുടെ കണ്ടീഷൻ വളരെ മോശമാണ് എങ്കിൽ ആരെ കോൾ ചെയ്യണം? ആരെ കോൾ ചെയ്യേണ്ടത്? ആവശ്യമാണെങ്കിൽ ഡോക്ടറെ നമ്മൾ കോൾ ചെയ്ത് വിളിക്കണം അല്ലെ. നഴ്സിംഗ് സൂപ്പർവൈസറെ കോൾ ചെയ്ത് വിളിക്കണം, ഡോക്ടറോട് പറയണം. ഓക്കെ. ഇനി എന്താണ് നഴ്സിംഗ് സൂപ്പർവൈസന്റ് ഓവർസീസ് ദ നഴ്സിംഗ് സൂപ്പർവൈസർ. ഓക്കെ, മനസ്സിലായില്ലേ? ഓവർസീ എന്താ? ഓവർസീസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഓവർസീസ് എന്തായിരിക്കും ഉദ്ദേശിക്കുന്നത്? മീനിങ് എന്താ? മേൽനോട്ടം വഹിക്കുന്നത് അല്ലെ. നഴ്സിംഗ് സൂപ്പർവൈസന്റ് ഓവർസീസ് ദ നഴ്സിംഗ് സൂപ്പർവൈസർ. ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ആ നഴ്സിംഗ് സൂപ്പർവൈസറിൽ പഠിക്കാനുള്ളത് കേട്ടോ. നഴ്സിംഗ് സൂപ്പർവൈസർ എന്ന് പറഞ്ഞാല് അണ്ടർലൈൻ ചെയ്യാം. എന്താണ്? കൺസിഡേർഡ് ആസ് നഴ്സിംഗ് എക്സിക്യൂട്ടീവ്. അണ്ടർലൈൻ ചെയ്യാം കേട്ടോ. അതുപോലെ തന്നെ 24 hours into 7 days അല്ലെ. ക്ലോക്ക് എന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ അവിടെ. അപ്പൊ എന്താണ് 24 hours into 7 days അവിടെ അവൈലബിൾ ആണ്. എല്ലായ്പ്പോഴും എല്ലാ നേരവും അവിടെ ആര് അവൈലബിൾ ആയിരിക്കും? നഴ്സിംഗ് സൂപ്പർവൈസർ അവൈലബിൾ ആയിരിക്കും. ഇനി രോഗിയെ അറ്റൻഡ് ചെയ്യാനായിട്ടുള്ള ചെക്ക് ചെയ്യാനായിട്ട് അല്ലെങ്കിൽ രോഗിയെ പരിശോധിക്കാനായിട്ടുള്ള ഡ്യൂട്ടി അല്ലെങ്കിൽ റെസ്പോൺസിബിലിറ്റി ആർക്കുണ്ട്? ഈ നഴ്സിംഗ് സൂപ്പർവൈസർക്ക് ഉണ്ട്. ഈ നഴ്സിംഗ് സൂപ്പർവൈസർ നോക്കിയിട്ട് പറ്റുന്നില്ല, രോഗിയുടെ കണ്ടീഷൻ മോശമാണ്. അപ്പൊ അങ്ങനെയുള്ള ആവശ്യമാണെങ്കിൽ ഡോക്ടറെ കോൾ ചെയ്യാനായിട്ടുള്ള അധികാരവും ആർക്കുണ്ട്? നഴ്സിംഗ് സൂപ്പർവൈസറിനുണ്ട്. അതുപോലെ തന്നെ നഴ്സിംഗ് സൂപ്പർവൈസർ ഓവർസീസ് ദ നഴ്സിംഗ് സൂപ്പർവൈസർ. ഓവർസീ എന്ന് പറഞ്ഞാല് മേൽനോട്ടം വഹിക്കുക. ഇത്തരം കാര്യങ്ങളാണ് അവിടെ പഠിക്കാനുള്ളത് കേട്ടോ. ഓക്കെ ആണോ? നഴ്സിംഗ് സൂപ്പർവൈസർ. ഇനി അദ്ദേഹത്തിന്റെ ഡ്യൂട്ടീസ് ആൻഡ് റെസ്പോൺസിബിലിറ്റീസ്. ഇനി അദ്ദേഹത്തിന്റെ ഡ്യൂട്ടീസ് ആൻഡ് റെസ്പോൺസിബിലിറ്റീസ് നോക്കാം. ഡൗട്ട് ഉണ്ടോ ആ പാരഗ്രാഫ് പറഞ്ഞതില്? എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? ഇല്ല. ഓക്കെ. അപ്പോ ഇനി നെക്സ്റ്റ് ആണ് നഴ്സിംഗ് സൂപ്പർവൈസറിന്റെ ഡ്യൂട്ടി, ഉത്തരവാദിത്തങ്ങൾ, ചെയ്യേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കിയേ. ടു സെലക്ട്, ഓറിയന്റ്, ട്രെയിൻ, അസൈൻ, ഷെഡ്യൂൾ കോച്ചിങ്, കൗൺസിലിംഗ് ആൻഡ് ഡിസിപ്ലിൻ എംപ്ലോയീസ്. അപ്പൊ എന്ത് ചെയ്യണം? ഓരോ റെസ്പോൺസിബിലിറ്റിയും കൊടുക്കുന്നതിന് വേണ്ടിയിട്ട് നഴ്സുമാരെ സെലക്ട് ചെയ്യുക. ഓറിയന്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? അവയർനെസ് കൊടുക്കുക അവർക്ക്. അതുപോലെ ട്രെയിനിങ്, പല പല ട്രെയിനിങ്ങുകൾ കൊടുക്കുക. അസൈൻ അല്ലെ, ഡ്യൂട്ടീസ് ഒക്കെ അസൈൻ ചെയ്ത് കൊടുക്കുക. അതുപോലെ ഷെഡ്യൂൾ കോച്ചിങ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഷെഡ്യൂൾ ചെയ്ത് കൊടുക്കുക. അതുപോലെ തന്നെ കൗൺസിലിംഗ് കൊടുക്കേണ്ടതായിട്ട് വരും. അതുപോലെ തന്നെ ഡിസിപ്ലിന്റെ കാര്യങ്ങൾ, എംപ്ലോയീസിന്റെ ഡിസിപ്ലിന്റെ കാര്യങ്ങളുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾക്കൊക്കെ ഓരോ നഴ്സുമാരെ നമ്മൾ എന്ത് ചെയ്യണം? സെലക്ട് ചെയ്യണം കേട്ടോ. അങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്ത് അസൈൻ ചെയ്ത് കൊടുക്കാം. അതുപോലെ തന്നെ എന്താണ്? മീറ്റ് ഓപ്പറേഷണൽ സ്റ്റാൻഡേർഡ്സ് ബൈ ഡൊണേറ്റിംഗ് ഇൻഫർമേഷൻ ടു സ്ട്രാറ്റജിക് പ്ലാൻസ് ആൻഡ് പ്രൊസീജിയേഴ്സ്. ഇപ്പോ നഴ്സിംഗ് എന്താണ്
നഴ്സിംഗ് മേഖലയിൽ അല്ലെങ്കിൽ നഴ്സിംഗ് ഡിപ്പാർട്ട്മെന്റിൽ അല്ലെങ്കിൽ നമ്മളിപ്പോ ഒരു എന്താണ് ഹോസ്പിറ്റൽ പുതിയതായിട്ട് എന്തെങ്കിലും ഇന്നോവേഷൻസ് ഒക്കെ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ടെക്നോളജീസ് ഒക്കെ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ അഭിപ്രായങ്ങൾ പറയൂ അല്ലെ അതിനകത്ത് അല്ലെ അവരോട് നമ്മളോട് ചോദിക്കാറുണ്ട് നിങ്ങളുടെ അഭിപ്രായം എന്താണ് ഈ ടെക്നോളജീസ് ഒക്കെ വന്നു കഴിഞ്ഞാല് അല്ലെങ്കിൽ അവർക്ക് നമ്മുടെ അഭിപ്രായങ്ങൾ നമ്മളോട് ചോദിക്കാറുണ്ട് ഇല്ലേ. അപ്പൊ അങ്ങനെയുള്ള സാഹചര്യങ്ങൾ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സ്ട്രാറ്റജിക് പ്ലാൻസുകൾ പറയാനായിട്ടുള്ള അധികാരം ആർക്കുണ്ട്? ഈ നഴ്സിംഗ് സൂപ്പർവൈസർ. എന്തെങ്കിലും ഇന്നോവേഷൻസ് അല്ലെങ്കിൽ ടെക്നോളജീസ് ഒക്കെ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതുമായിട്ട് ബന്ധപ്പെട്ട തന്ത്രപരമായിട്ടുള്ള കാര്യങ്ങൾ പറയാനായിട്ടുള്ള അധികാരം ആർക്കുണ്ട്? നഴ്സിംഗ് സൂപ്പർവൈസർ ഉണ്ട്. ഓക്കെ, ഇനി എന്താ പറയുന്നത്? മെയിൻറ്റെയിൻ നഴ്സിംഗ് പ്രിൻസിപ്പിൾസ് ആൻഡ് റൈറ്റ് നോംസ് പോളിസീസ് ആൻഡ് പ്രൊസീജിയേഴ്സ്. എന്താണ് നഴ്സിംഗ് പ്രിൻസിപ്പിൾസ്, അതുപോലെ നോംസ്. നോംസ് എന്ന് പറഞ്ഞാൽ എന്താണ്? നോംസ് എന്താ? മാനദണ്ഡങ്ങൾ. ഓക്കെ, അതുപോലെ പോളിസീസ് എന്ന് പറഞ്ഞാൽ എന്താണ്? നയങ്ങൾ അല്ലെ, നയങ്ങള്. പ്രൊസീജിയേഴ്സ് അറിയാലോ, നടപടിക്രമങ്ങള്. ഇതൊക്കെ എന്ത് ചെയ്യണം? മെയിൻറ്റെയിൻ ചെയ്യാം. ഇനി എന്താണ്? ഐഡന്റിഫൈ patient service needs by establishing personal relationship. അപ്പൊ എന്താണ്? ഈ അവിടെ വരുന്ന പേഷ്യൻസിന് കുറെ ആവശ്യങ്ങൾ അല്ലെ, അവരുടേതായിട്ടുള്ള ആവശ്യങ്ങളുണ്ടാവും. ആവശ്യങ്ങൾ മനസ്സിലാക്കിയിട്ട് അവർക്ക് വേണ്ട കാര്യങ്ങൾ നമ്മൾ ചെയ്തു കൊടുക്കുമ്പോൾ അവരുമായിട്ടൊരു നല്ലൊരു റിലേഷൻഷിപ്പ് മെയിൻറ്റെയിൻ ചെയ്ത് പോകാനായിട്ട് സാധിക്കും അല്ലെ. നല്ലൊരു കമ്മ്യൂണിക്കേഷനിലൂടെ അല്ലെങ്കിൽ അവരെ കെയർ ചെയ്യുന്നതിലൂടെ അവരുടെ ആവശ്യങ്ങൾ നിറവേറ്റി കൊടുക്കുന്നതിലൂടെ പേഷ്യൻസുമായിട്ട് നല്ലൊരു റിലേഷൻഷിപ്പ് മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് സഹായിക്കുന്നുണ്ട്. അതുപോലെ എന്താണ്? പ്രൊവൈഡ് ഇൻഫർമേഷൻ നീഡഡ് ടു പേഷ്യന്റ് ആൻഡ് ഹെൽത്ത് കെയർ ടീം. ആരായിരിക്കും ഹെൽത്ത് കെയർ ടീംസ് എന്ന് പറയുന്നത്? പറയാൻ പറ്റുമോ? ഹെൽത്ത് കെയർ ടീംസ് ആരായിരിക്കും? ഡോക്ടേഴ്സ് ആവാം, പിന്നെ ആരൊക്കെ ആവാം? നഴ്സിംഗ് അഡ്മിനിസ്ട്രേഷനിൽ നഴ്സുമാരാവാം, അതർ സ്റ്റാഫുകളാവാം അല്ലെ. അവർക്ക് വേണ്ടതായിട്ടുള്ള ഇൻഫർമേഷൻ, അവർക്ക് എന്തെങ്കിലും സംശയങ്ങളോ അല്ലെങ്കിൽ എന്തെങ്കിലും കുറിച്ചുള്ള ഇൻഫർമേഷൻ വേണമെന്നുണ്ടെങ്കിൽ, അതുപോലെ തന്നെ പേഷ്യൻസിനും ഉണ്ടാവും അല്ലെ, അവർക്ക് കൊടുക്കുന്ന ട്രീറ്റ്മെന്റില് അവർക്ക് കൊടുക്കുന്ന മരുന്നുകള്. അപ്പൊ അങ്ങനെ ചിലപ്പോ ചിലവർ ചോദിക്കാറുണ്ട് ഇൻഫർമേഷൻസ് ഒക്കെ. നമ്മൾ പഠിച്ചിട്ടുള്ളതാണ് കഴിഞ്ഞ ക്ലാസ്സിൽ, കഴിഞ്ഞ ഫസ്റ്റ് മൊഡ്യൂൾസിലൊക്കെ പഠിച്ചിട്ടുണ്ട് അങ്ങനെയുള്ള കാര്യങ്ങൾ, OPD IPD യിലൊക്കെ. അപ്പൊ അവർക്ക് ഇൻഫർമേഷൻസ് ഒക്കെ വേണ്ടി വന്നിട്ടുണ്ടെങ്കിൽ അത് കൊടുക്കാനായിട്ടുള്ള, പ്രൊവൈഡ് ചെയ്ത് കൊടുക്കാനായിട്ടുള്ള അധികാരം ആർക്കുണ്ട്? നഴ്സിംഗ് സൂപ്പർവൈസർക്കുണ്ട്. പേഷ്യൻസിനായാലും ഹെൽത്ത് കെയർ ടീംസിനായാലും എന്തെങ്കിലും ഇൻഫർമേഷൻ ആവശ്യമായിട്ട് വരികയാണെങ്കിൽ അവർക്കത് പ്രൊവൈഡ് ചെയ്ത് കൊടുക്കാനായിട്ടുള്ള അധികാരം ആർക്കുണ്ട്? നഴ്സിംഗ് സൂപ്പർവൈസർക്കുണ്ട്. ഇനി നെക്സ്റ്റ് ആണ് മെയിൻറ്റെയിൻ ഡോക്യുമെന്റേഷൻ ഓഫ് പേഷ്യന്റ് കെയർ സർവീസ്. എന്താണ് ഡോക്യുമെന്റേഷൻസ് അല്ലെ? പേഷ്യന്റ് കെയർ സർവീസുമായിട്ട് ബന്ധപ്പെട്ട ഡോക്യുമെന്റേഷൻസുകൾ മെയിൻറ്റെയിൻ ചെയ്യാം, പേഷ്യന്റ് കെയറുമായിട്ട് ബന്ധപ്പെട്ട. ഓക്കെ, ഇനി എന്താ പറയുന്നത്? ലാസ്റ്റ് വൺ, കൺഫേം ഓപ്പറേഷൻ ഓഫ് മെഡിക്കൽ ആൻഡ് അഡ്മിനിസ്ട്രേറ്റീവ് എക്വിപ്മെന്റ് ആൻഡ് വെരിഫൈ എമർജൻസി എക്വിപ്മെന്റ് അവൈലബിലിറ്റി. എന്താണ്? വാർഡിലും അതുപോലെ തന്നെ മെഡിക്കൽ ആൻഡ് അഡ്മിനിസ്ട്രേറ്റീവ് എക്വിപ്മെന്റ്സ് എന്നാണ് പറയുന്നത്. അപ്പൊ വാർഡില് അതുപോലെ തന്നെ അഡ്മിനിസ്ട്രേഷൻ ഏരിയയിലൊക്കെ പല എക്വിപ്മെന്റ്സ് ഉണ്ടാവും. അപ്പൊ അതൊക്കെ കറക്റ്റ് ആയിട്ട് പ്രവർത്തിക്കുന്നുണ്ടോ എന്നുള്ള വെരിഫിക്കേഷൻ ആര് നടത്തണം? ഈ നഴ്സിംഗ് സൂപ്പർവൈസർ നടത്തേണ്ടത് അത്യാവശ്യമാണ്. ഇപ്പൊ മെഡിക്കൽ, ഇപ്പൊ വാർഡിൽ അല്ലെങ്കിൽ കാഷ്വാലിറ്റിയിലെ എക്വിപ്മെന്റ്സ് എക്സാമ്പിൾ പറയാനുണ്ടെങ്കിൽ നെബുലൈസർ ഒക്കെ എന്താണ്? ഓരോ രോഗികൾക്കും അത്യാവശ്യമായിട്ട് വരുന്നുണ്ട് അല്ലെ. അപ്പൊ അത് കറക്റ്റ് ആയിട്ട് പ്രവർത്തിക്കുന്നുണ്ടോ? അതിന്റെ വർക്കിംഗ് കറക്റ്റ് ആണോ? അതുപോലെ തന്നെ ഇപ്പൊ അഡ്മിനിസ്ട്രേഷൻ ഏരിയയിൽ എന്താണ്? ഫോണൊക്കെ കറക്റ്റ് ആയിട്ട് വരുന്നുണ്ടോ അല്ലെങ്കിൽ അത് പ്രവർത്തിക്കുന്നുണ്ടോ എന്നുള്ളത് കറക്റ്റ് ആയിട്ട് ചെക്ക് ചെയ്യേണ്ട ഉത്തരവാദിത്തം ആരുടെയാണ്? നഴ്സിംഗ് സൂപ്പർവൈസറിന്റെയാണ്. ഇത്രയും കാര്യങ്ങളാണ് ഡ്യൂട്ടീസ് ആൻഡ് റെസ്പോൺസിബിലിറ്റി ആയിട്ട് വരുന്നത്. ആരുടെ റെസ്പോൺസിബിലിറ്റി?
നഴ്സിംഗ് സൂപ്പർവൈസറിന്റെ. മനസ്സിലായോ? ഫസ്റ്റ് വൺ ഒന്നുകൂടി പറയാം. ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് ഓരോ റെസ്പോൺസിബിലിറ്റീസ് കൊടുക്കുന്നതിന് വേണ്ടിയിട്ട് നഴ്സുമാരെ സെലക്ട് ചെയ്യുക, അവർക്ക് അവയർനെസ് കൊടുക്കുക. അപ്പൊ അങ്ങനെ പല രോഗികൾക്കായാലും പലർക്കായാലും അവയർനെസ് കൊടുക്കേണ്ടത് അത്യാവശ്യമാണ്. അങ്ങനെയുള്ള കാര്യങ്ങള് ട്രെയിനിങ് കൊടുക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ട് ഡ്യൂട്ടീസ് അസൈൻ ചെയ്ത് കൊടുക്കാം, ഷിഫ്റ്റിംഗ് അസൈൻ ചെയ്ത് കൊടുക്കാം, അതുപോലെ കൗൺസിലിംഗ്, ഡിസിപ്ലിൻ, ഇതൊക്കെയുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നഴ്സുമാരെ സെലക്ട് ചെയ്യാം. അതുപോലെ തന്നെ എന്താണ് നമ്മൾ പറഞ്ഞു, ഇപ്പോ ഓർഗനൈസേഷനിൽ അല്ലെങ്കിൽ ഹോസ്പിറ്റലുകളില് ഒരു പുതിയ എന്തെങ്കിലും ഇന്നോവേഷൻസ് അല്ലെങ്കിൽ ടെക്നോളജീസ് ഒക്കെ വന്നത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിനോട് ബന്ധപ്പെട്ട സ്ട്രാറ്റജിക് പ്ലാൻസുകൾ സജസ്റ്റ് ചെയ്യാനായിട്ടുള്ള അധികാരം ആർക്കുണ്ട്? ഈ നഴ്സിംഗ് സൂപ്പർവൈസർക്ക് ഉണ്ട്. അതുപോലെ തന്നെ നഴ്സിംഗ് പ്രിൻസിപ്പിൾസ്, നോംസ്, പ്രൊസീജിയേഴ്സ്, പോളിസീസ് ഒക്കെ മെയിൻറ്റെയിൻ ചെയ്യാം. അതുപോലെ തന്നെ എന്താണ് അവിടെ വരുന്ന പേഷ്യന്റിന്റെ നീഡ്സ് അനുസരിച്ച് നമ്മൾ എല്ലാ കാര്യങ്ങളും ചെയ്ത് കൊടുക്കുമ്പോൾ അവരുമായിട്ടൊരു പേഴ്സണൽ റിലേഷൻഷിപ്പ് മെയിൻറ്റെയിൻ ചെയ്ത് പോകാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അതൊക്കെ കറക്റ്റ് ആയിട്ട് കൃത്യമായിട്ട് ചെക്ക് ചെയ്യാം കേട്ടോ. ഓരോ അവിടെ വരുന്ന പേഷ്യന്റിന്റെ നീഡ്സ് ഒക്കെ കറക്റ്റ് ആയിട്ട് അവരുടെ ആവശ്യങ്ങൾ അനുസരിച്ച് അവിടെ സർവീസ് ചെയ്യുന്നുണ്ടോ എന്നുള്ളത് നോക്കേണ്ട കടമ ഈ സൂപ്പർവൈസറിന്റെ ആണ്. അതുപോലെ തന്നെ എന്താണ് പേഷ്യൻസിനായാലും ഹെൽത്ത് കെയർ ടീംസിനായാലും ആവശ്യങ്ങൾ ഉണ്ടാവും അല്ലെ. അപ്പൊ അങ്ങനെയുള്ള ആവശ്യങ്ങൾ മനസ്സിലാക്കി അതിനുള്ള ഇൻഫർമേഷൻസ് ഒക്കെ പ്രൊവൈഡ് ചെയ്ത് കൊടുക്കാം. അതുപോലെ തന്നെ പേഷ്യന്റ് കെയർ സർവീസുമായിട്ട് ബന്ധപ്പെട്ട ഡോക്യുമെന്റേഷൻ ഒക്കെ എന്ത് ചെയ്യാം, കറക്റ്റ് ആയിട്ട് മെയിൻറ്റെയിൻ ചെയ്യാം. ഇനി അതുപോലെ തന്നെ മെഡിക്കൽ ഏരിയയിലും അതുപോലെ തന്നെ അഡ്മിനിസ്ട്രേറ്റീവ് എക്യുപ്മെന്റ്സ് ഉണ്ടാവും, അഡ്മിനിസ്ട്രേറ്റീവ് എക്യുപ്മെന്റ്സ് ഉണ്ടാവും. അതൊക്കെ കറക്റ്റ് ആയിട്ട് പ്രവർത്തിക്കുന്നുണ്ടോ എന്നുള്ള കാര്യം ചെക്ക് ചെയ്യാം. മനസ്സിലായോ? ഡ്യൂട്ടീസ് ആൻഡ് റെസ്പോൺസിബിലിറ്റി ക്ലിയർ ആണോ? ഇനി നെക്സ്റ്റ് ആണ് നഴ്സിംഗ് ഇൻചാർജ്. ഓക്കെ, നഴ്സിംഗ് ഇൻചാർജ് കേട്ടോ. It is the duty of the nursing in charge to schedule or direct the nursing care in a specific part or unit during each assigned shift. ഇവിടെ യൂണിറ്റ് എന്ന് ഉദ്ദേശിക്കുന്നത് എന്തായിരിക്കും? യൂണിറ്റ് കഴിഞ്ഞ ക്ലാസ്സിലൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ. യൂണിറ്റ് എന്ന് ഉദ്ദേശിക്കുന്നത് എന്തായിരിക്കും? ഡിപ്പാർട്ട്മെന്റ് കേട്ടോ. അപ്പോ ഈ നഴ്സിംഗ് ഇൻചാർജ് എന്ന് പറഞ്ഞാല് നഴ്സിംഗ് അഡ്മിനിസ്ട്രേഷനിലെ സ്റ്റാഫുകളെ ഷെഡ്യൂൾ ചെയ്യുന്നതിനും, ഷെഡ്യൂൾ എന്താണ്, ഷിഫ്റ്റിംഗ് ടൈമൊക്കെ ഷെഡ്യൂൾ ചെയ്ത് കൊടുക്കാം, അവർക്ക് വേണ്ട കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കാം, ഡയറക്റ്റ് ചെയ്ത് കൊടുക്കുന്നതിനും ആയിട്ട് ഒരു ആളുണ്ടാവും. അതിനെയാണ് നമ്മൾ ഈ നഴ്സിംഗ് ഇൻചാർജ് എന്ന് പറയുന്നത്. ഓരോ ഡിപ്പാർട്ട്മെന്റിനും ഓരോ നഴ്സിംഗ് ഇൻചാർജ് ഉണ്ടാവും. മനസ്സിലായില്ലേ? ഒരു വാർഡിൽ, ഒരു സ്പെസിഫിക് ആയിട്ടുള്ള വാർഡിൽ ആരുണ്ടാവും, അതിന്റെ മൊത്തം ചാർജ് വഹിക്കുന്നത് ആരാണ്? ഈ നഴ്സിംഗ് ഇൻചാർജ് ആയിരിക്കും. ഡിഫറെന്റ് ഡിപ്പാർട്ട്മെന്റ്സ് ഉണ്ട് ഹോസ്പിറ്റലുകൾക്ക്. ഡിഫറെന്റ് ഡിപ്പാർട്ട്മെന്റിലും ആരുണ്ടാവും? ഒരു സെപ്പറേറ്റ് ആയിട്ടുള്ള നഴ്സിംഗ് ഇൻചാർജ് ഉണ്ടാവും. അപ്പൊ ഈ നഴ്സിംഗ് ഇൻചാർജിനെ നമ്മളൊരു വേറൊരു പേര് പറയാൻ പറ്റും നമുക്ക്. ഇത് ഓർമ്മയുണ്ടോ? ആർക്കെങ്കിലും അല്ലെങ്കിൽ പറയാൻ പറ്റുമോ നഴ്സിംഗ് ഇൻചാർജിനെ? സ്കൂളിലൊക്കെ ടീച്ചേഴ്സിന്റെ ഹെഡിന് നമ്മൾ പറയാറുണ്ടല്ലേ, എന്താ പറയാറ്? ഓരോ ഡിപ്പാർട്ട്മെന്റ് വൈസ് നമ്മൾ പറയുമ്പോൾ എന്ത് പറയും? HOD പറയാറില്ലേ? ഹെഡ് ഓഫ് ദ ഡിപ്പാർട്ട്മെന്റ് എന്ന് പറയാറുണ്ടല്ലേ. അതുപോലെ തന്നെ നമുക്ക് ഈ നഴ്സിംഗ് ഇൻചാർജിന് നമുക്ക് എന്ത് പറയാം? ഹെഡ് ഓഫ് ദ ഡിപ്പാർട്ട്മെന്റ് എന്ന് പറയാം. കാരണം എന്താണ്? ഓരോ സെപ്പറേറ്റ് ഡിപ്പാർട്ട്മെന്റിലും സെപ്പറേറ്റ് ആയിട്ടുള്ള നഴ്സിംഗ് ഇൻചാർജ് ഉണ്ട്. അവരായിരിക്കും ആ ഡിപ്പാർട്ട്മെന്റിന്റെ എല്ലാ കാര്യങ്ങളും നോക്കുന്നത് അല്ലെ, ഡയറക്റ്റ് ചെയ്യുന്നതും അതുപോലെ തന്നെ ടൈംസ് ഒക്കെ ഷെഡ്യൂൾ ചെയ്യുന്നതിനും ആരാണ്? ഈ നഴ്സിംഗ് ഇൻചാർജ് ആണ്. അതുകൊണ്ട് നമുക്ക് പറയാം നഴ്സിംഗ് ഇൻചാർജിനെ HOD എന്ന് കൂടി പറയാം. ക്ലിയർ ആയോ? ഓക്കെ. If there is any problem with the patient, പേഷ്യന്റിന് എന്തെങ്കിലും പ്രോബ്ലംസ് വന്നിട്ടുണ്ടെങ്കിൽ is the nursing in-charge who contact the patient first. Patient first contact ചെയ്യുന്നത് ആരായിരിക്കും? ഈ nursing in-charge ആയിരിക്കും. പേഷ്യന്റിന് എന്തെങ്കിലും പ്രോബ്ലംസ് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ
ഫസ്റ്റ് അയാള് കോണ്ടാക്ട് ചെയ്യുന്നത് ആരെയായിരിക്കും? nursing ഇൻചാർജിനെ ആയിരിക്കും. If a patient not satisfied with this response, ask it to speak the nursing supervisor. ഇനി nursing ഇൻചാർജ് കൊടുക്കുന്ന എന്താണ് ഇൻഫർമേഷൻസ് അല്ലെങ്കിൽ ആ റെസ്പോൺസ് ഈ പേഷ്യന്റിന് സാറ്റിസ്ഫൈഡ് അല്ല എങ്കിൽ പേഷ്യന്റ് നെക്സ്റ്റ് ആരെ കോണ്ടാക്ട് ചെയ്യും? ആരെ കോണ്ടാക്ട് ചെയ്യുന്നത്? ask to speak to the nursing supervisor. nursing supervisorനോട് പറയും ഇല്ലേ? അപ്പോ നമ്മൾ ഇത്രയും കാര്യങ്ങളാണ് നഴ്സിംഗ് ഇൻചാർജിൽ പഠിച്ചത്. എന്തൊക്കെയാണ്? നഴ്സിംഗ് ഡിപ്പാർട്ട്മെന്റിലെ സ്റ്റാഫുകളെ ഷെഡ്യൂൾ ചെയ്യുന്നതും ഡയറക്റ്റ് ചെയ്യുന്നതും ആരാണ്? ഈ HOD ആണ്. ഹെഡ് ഓഫ് ദ ഡിപ്പാർട്ട്മെന്റ് അല്ലെങ്കിൽ നഴ്സിംഗ് ഇൻചാർജ് ആണ്. അതുപോലെ തന്നെ ഈ പേഷ്യന്റിന് എന്തെങ്കിലും പ്രോബ്ലംസ് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഫസ്റ്റ് ആരോട് പറയുന്നുണ്ട്? നഴ്സിംഗ് ഇൻചാർജിനോട് പറയും. ഇനി നഴ്സിംഗ് ഇൻചാർജിന് കൊടുക്കുന്ന റെസ്പോൺസ് പേഷ്യന്റിന് തൃപ്തികരമല്ല, നോട്ട് സാറ്റിസ്ഫൈഡ് ആണെങ്കിൽ അവര് പോയിട്ട് ആരോടാ പറയുന്നത്? നഴ്സിംഗ് സൂപ്പർവൈസറിനെ കോൺടാക്ട് ചെയ്യുന്നു. ക്ലിയർ ആയോ? പാരഗ്രാഫ് ഒക്കെയാണോ? നഴ്സിംഗ് ഇൻചാർജ്. ഇനി നഴ്സിംഗ് ഇൻചാർജിന്റെ ഡ്യൂട്ടീസ് ആൻഡ് റെസ്പോൺസിബിലിറ്റി ഇതൊക്കെയായിരിക്കാം. കുറച്ച് കാര്യങ്ങളാണ് കേട്ടോ നോക്കാനുള്ളത്. ഓക്കെ, ടു സൂപ്പർവൈസ് ആൻഡ് സപ്പോർട്ട് ഓൾ നഴ്സിംഗ് സ്റ്റാഫ് എന്തായിരിക്കും? അറിയാൻ പറ്റുമല്ലോ. ഒരു കോംപ്ലിക്കേഷൻ ഉള്ള പോയിന്റ്സ് എന്താണ് ഉദ്ദേശിക്കുന്നത്? ആ പോയിന്റ്സ് ടു സൂപ്പർവൈസ് ആൻഡ് സപ്പോർട്ട് ഓൾ നഴ്സിംഗ് സ്റ്റാഫ് എന്തായിരിക്കും? എന്തായിരിക്കും? എല്ലാ നഴ്സിംഗ് സ്റ്റാഫിനെയും സൂപ്പർവൈസ് ചെയ്യുകയും സപ്പോർട്ട് ചെയ്യുകയും ചെയ്യുന്നത് ആരായിരിക്കും? നഴ്സിംഗ് ഇൻചാർജ് ആയിരിക്കും. ഓക്കെ, അതുപോലെ തന്നെ എന്താണ്? റെസ്പോൺസിബിൾ ഫോർ മെയിൻറ്റെയിനിങ് ഹൈ ലെവൽ പേഷ്യന്റ് സർവീസ്. ഹൈ ലെവൽ ആയിട്ടുള്ള പേഷ്യന്റ് കെയർ കൊടുക്കുക. ഓക്കെ, അത് മെയിൻറ്റെയിൻ ചെയ്ത് പോകേണ്ട ഉത്തരവാദിത്തം ആരുടെയാണ്? നഴ്സിംഗ് ഇൻചാർജിന്റെയാണ്. നമ്മൾ പറഞ്ഞ ഓരോ ഡിപ്പാർട്ട്മെന്റിലും ഓരോ സെപ്പറേറ്റ് ആയിട്ടുള്ള നഴ്സിംഗ് ഇൻചാർജ് ഉണ്ടാവും അല്ലെ? ആ ഡിപ്പാർട്ട്മെന്റിലെ എല്ലാ നഴ്സിംഗ് സ്റ്റാഫുകളെയും സൂപ്പർവൈസ് ചെയ്യുകയും സപ്പോർട്ട് ചെയ്യുകയും ചെയ്യുന്നത് ആരാണ്? നഴ്സിംഗ് ഇൻചാർജ്. അതുപോലെ തന്നെ ഹൈ ലെവൽ ആയിട്ടുള്ള പേഷ്യന്റ് കെയർ കൊടുക്കാനായിട്ടുള്ള ഉത്തരവാദിത്തം ആർക്കുണ്ട്? നഴ്സിംഗ് ഇൻചാർജിനുണ്ട്. To prepare monthly duty roster and report supervisor. ഇതായിരിക്കാം monthly duty roster എന്ന് പറഞ്ഞാല്. ഡ്യൂട്ടി റോസ്റ്റർ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ കഴിഞ്ഞ ക്ലാസ്സില്. ഡ്യൂട്ടി റോസ്റ്റർ എന്ന് പറഞ്ഞാല് ഷിഫ്റ്റിംഗ് ടൈം അല്ലെ? എന്ത് ചെയ്യാം? മന്ത്ലി ഷിഫ്റ്റിംഗ് ടൈം ഒക്കെ പ്രിപ്പയർ ചെയ്യാം. അതുപോലെ തന്നെ റിപ്പോർട്ടുകൾ സൂപ്പർവൈസർ സമർപ്പിക്കാം. ഇനി എന്താണ്? to maintain one operations. എന്താണ്? വാർഡിലെ ഫങ്ഷൻസ് ഒക്കെ കറക്റ്റ് ആയിട്ട് മെയിൻറ്റെയിൻ ചെയ്തു പോകാം അല്ലെ? ഓക്കെ, നമ്മൾ പറഞ്ഞു ഒരു സ്പെസിഫിക് വാർഡിലെ അല്ലെങ്കിൽ സ്പെസിഫിക് ഡിപ്പാർട്ട്മെന്റിലെ ചാർജ് ആയിരിക്കും ആർക്ക് ഉണ്ടാകുന്നത്? ഈ നഴ്സിംഗ് ഇൻചാർജ് ഉണ്ടാകുന്നത്. അപ്പൊ ആ വാർഡിലെ സ്പെസിഫിക് ആയിട്ടുള്ള ഓപ്പറേഷൻസ്, ഓപ്പറേഷൻ ഫങ്ഷൻസ് ആ വാർഡിലെ ആ കറക്റ്റ് ആയിട്ടുള്ള ഫങ്ഷൻസ് ഒക്കെ കറക്റ്റ് ആയിട്ട് മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകാം. To maintain one operations. വാർഡിലെ ഫങ്ഷൻസ് കറക്റ്റ് ആയിട്ട് മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകണം. ലാസ്റ്റ് നോക്കിയേ, to maintain medications and narcotics report. എന്താണ് narcotics എന്ന് പറഞ്ഞാല്? എന്താണ്? എന്താ ഉദ്ദേശിക്കുന്നത്? എന്തിനെയാണ് അങ്ങനെ പറയുന്നത്? narcotics മെഡിസിൻ ആണ്. എന്തിനുള്ള മെഡിസിൻ ആണ്? ഡ്രഗ് ആണ്. എന്തിനുള്ള മെഡിസിൻ ആണ്? എന്തിനുള്ള ഡ്രഗ് ആയിരിക്കും? ഓക്കെ,
എന്താണ് പെയിൻ കില്ലർ എന്ന് പറയാല്ലേ നമുക്ക്, പെയിൻ റിലീഫിന് വേണ്ടിയിട്ട് അല്ലെ, സിവിയർ ആയിട്ടുള്ള പെയിൻ കുറയ്ക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഡ്രഗ് ആണ് എന്ത് നെക്കോട്ടിക്സ് എന്ന് പറയുന്നത് കേട്ടോ. ഓക്കെ, അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങള്, അതുപോലെ തന്നെ മെഡിക്കേഷൻസ്, മരുന്നുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ റിപ്പോർട്ടുകളും മെയിൻറ്റെയിൻ ചെയ്യണം. ഒരുമാതിലെ മരുന്നുമായിട്ട് ബന്ധപ്പെട്ട അതുപോലെ തന്നെ ഈ പെയിൻ കില്ലേഴ്സ് അതിന്റെയൊക്കെ റിപ്പോർട്ടുകൾ കറക്റ്റ് ആയിട്ട് മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോവാ. ഇത്തരം കാര്യങ്ങളാണ് നഴ്സിംഗ് ഇൻചാർജിൽ വരുന്നത് കേട്ടോ. അപ്പൊ എന്താണ് നമ്മുടെ സ്പെസിഫിക് ഡിപ്പാർട്ട്മെന്റില് ആരുണ്ടാവും? HOD ഉണ്ടാവും അല്ലെ. HOD എന്ന് നമുക്ക് പറയാം. ആരെ പറയാം? നഴ്സിംഗ് ഇൻചാർജ്. ഈ നഴ്സിംഗ് ഇൻചാർജ് അതിന്റെ ഡ്യൂട്ടീസ് ആൻഡ് റെസ്പോൺസിബിലിറ്റീസ് എന്തൊക്കെയാ പറഞ്ഞത് നമ്മള്? അവിടെയുള്ള നഴ്സിംഗ് സ്റ്റാഫിനെ സപ്പോർട്ട് ചെയ്യുകയും സൂപ്പർവൈസ് ചെയ്യുകയും ചെയ്ത ആരായിരിക്കണം? ഈ നഴ്സിംഗ് ഇൻചാർജ് ആയിരിക്കണം. അതുപോലെ തന്നെ ഹൈ ലെവൽ പേഷ്യന്റ് കെയർ പ്രൊവൈഡ് ചെയ്യേണ്ട ടീം ആരുടെയാണ്? നഴ്സിംഗ് ഇൻചാർജിന്റെയാണ്. അത് കറക്റ്റ് ആയിട്ട് മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകുന്നുണ്ടോ എന്നുള്ളത് ശ്രദ്ധിക്കേണ്ടത്. അതിനുള്ള ഉത്തരവാദിത്തം ആരുടെയാണ്? നഴ്സിംഗ് ഇൻചാർജിന്റെയാണ്. അതുപോലെ മന്ത്ലി ഡ്യൂട്ടി റോസ്റ്റർ, ഷിഫ്റ്റിംഗ് ടൈം, അതുപോലെ തന്നെ അത് പ്രിപ്പയർ ചെയ്യുകയും അത് റിപ്പോർട്ട് സൂപ്പർവൈസർക്ക് സമർപ്പിക്കുകയും ചെയ്യണം. അതുപോലെ തന്നെ മെയിൻറ്റെയിൻ വർക്ക് ഓപ്പറേഷൻസ്, വാർഡിലെ ഫങ്ഷൻസിന്റെ കറക്റ്റ് ആയിട്ട് മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോവാം. അതുപോലെ മരുന്നുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ, പെയിൻ കില്ലേഴ്സ്, പെയിൻ റിലീഫുമായിട്ട് ബന്ധപ്പെട്ട ആ മരുന്നുകളുടെ കാര്യങ്ങൾ, ഡ്രഗ്സിന്റെ കാര്യങ്ങളൊക്കെ കറക്റ്റ് ആയിട്ട് മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകും. ഓക്കെ, രണ്ട് കാര്യങ്ങൾ നമ്മളിപ്പോ പറഞ്ഞത് നഴ്സിംഗ് ഇൻചാർജും സൂപ്പർവൈസറും ആണ്. ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കി, രണ്ട് കാര്യങ്ങൾ ജസ്റ്റ് ഒന്ന് വായിക്കാം കേട്ടോ. ക്ലിയർ ആണോ? ഇനി നെക്സ്റ്റ് ആണ് സ്റ്റാഫ് നേഴ്സ്. It is the staff nurse who handle the largest segment of health care work. എന്താ ഉദ്ദേശിക്കുന്നത്? അവിടെ സ്റ്റാഫ് നേഴ്സ് എന്ന് പറഞ്ഞാല് ലാർജസ്റ്റ് റോള് വഹിക്കുന്നുണ്ട് അല്ലെ. എന്തിന്? ഹെൽത്ത് കെയർ വർക്കില് ലാർജസ്റ്റ് റോള് വഹിക്കുന്ന വ്യക്തികളാണ് ആര്? സ്റ്റാഫ് നേഴ്സസ് എന്ന് പറയുന്നത്. അണ്ടർലൈൻ ചെയ്യാട്ടോ. സ്റ്റാഫ് നേഴ്സ് who handle largest segment of health care work. ഹെൽത്ത് കെയർ വർക്കില് ലാർജസ്റ്റ് റോള് വഹിക്കുന്ന വ്യക്തികളാണ് സ്റ്റാഫ് നേഴ്സുമാര്. സ്റ്റാഫ് നേഴ്സ് must have bachelor degree or diploma from recognized nursing program. അവർക്ക് അവരുടെ ക്വാളിഫിക്കേഷൻ എന്താണ്? ബാച്ചിലർ ഓഫ് ഡിഗ്രി കഴിഞ്ഞവരായിരിക്കും അല്ലേ. ഓക്കെ, അതുപോലെ തന്നെ റെക്കഗ്നൈസ്ഡ് യൂണിവേഴ്സിറ്റി നഴ്സിംഗ് പ്രോഗ്രാമിൽ നിന്ന് അത് ഡിപ്ലോമ അല്ലെങ്കിൽ ബാച്ചിലർ ഓഫ് ഡിഗ്രി കഴിഞ്ഞവര് അല്ലെങ്കിൽ എടുത്തവരായിരിക്കണം. ഓക്കെ,
അതുപോലെ തന്നെ എന്താണ് they spend a lot of their time providing direct patient care. അപ്പൊ എന്താണ് patient care? ഡയറക്റ്റ് ആയിട്ട് പേഷ്യന്റ് കെയർ കൊടുക്കുന്നവരാണ് അല്ലെ. കുറെ അധികം നേരം പേഷ്യന്റിന്റെ കൂടെ ഇരുന്ന് കുറെ ടൈം സ്പെൻഡ് ചെയ്യുന്നവരാണ് ആര്? ഈ സ്റ്റാഫ് നഴ്സുകൾ എന്ന് പറയുന്നത്. അവരെന്ത് ചെയ്യുന്നുണ്ട്? പേഷ്യൻസിന്റെ കൂടെ ഇരുന്ന് കൊണ്ട് ഡയറക്റ്റ് ആയിട്ട് കെയർ കൊടുക്കുന്നു. നമ്മൾ പഠിച്ചില്ലേ ഡയറക്റ്റ് കെയറും ഇൻഡയറക്റ്റ് കെയറും? ഓർമ്മയുണ്ടോ? ഡയറക്റ്റ് കെയർ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും ഉദ്ദേശിക്കുന്നത്? എക്സാമ്പിൾ പറയാൻ പറ്റുമോ? ഓർമ്മയുണ്ടോ? ഫസ്റ്റ് ഭാഗത്ത് പഠിച്ചത് ഡയറക്റ്റ് കെയർ ആൻഡ് മറക്കുന്നുണ്ടാവും ചിലപ്പോ ഓരോരുത്തര് മറിച്ച് നോക്കുന്നുണ്ടാവും വീഡിയോസ്. കോമ സ്റ്റേജിലുള്ളവര്, പാർത്ത്, ഓക്കെ, കിടപ്പ് രോഗികള്, ഫുഡ് കൊടുക്കുന്ന, ഓക്കെ പറയാം. ഡയറക്റ്റ് ആയിട്ടല്ലേ നമ്മള് ഫുഡ് കൊടുക്കാം, മരുന്ന് കൊടുക്കാം. അവരെ ഇപ്പൊ കിടപ്പ് രോഗികളൊക്കെ ആണെങ്കിൽ വീൽ ചെയറിലൊക്കെ എടുത്തിരുത്താം. അതുപോലെ തന്നെ വിദ്യാർത്ഥികൾ പോവാം, അങ്ങനെയുള്ള ബാത്റൂമിൽ കൊണ്ടുപോവാം. അങ്ങനെയുള്ള ഡയറക്റ്റ് കെയർ കൊടുക്കുന്ന നഴ്സുമാരാണ് ആര്? സ്റ്റാഫ് നഴ്സുകൾ എന്ന് പറയുന്നത്. ഇനി എന്താണ്? സ്റ്റാഫ് നഴ്സ് കണ്ടിന്യൂസ്ലി ഒബ്സർവ്, മോണിറ്റർ ആൻഡ് അസസ് ദ പ്രോഗ്രസ് ഓഫ് ഈച്ച് പേഷ്യന്റ്. അല്ലെ, ഡയറക്റ്റ് കെയർ കൊടുക്കുന്നത് കൊണ്ട് തന്നെ അവരെന്ത് ചെയ്യുന്നുണ്ട്? തുടർച്ചയായിട്ട് രോഗികളെ നിരീക്ഷിക്കുകയും ഒബ്സർവ് ചെയ്യുകയും മോണിറ്റർ ചെയ്യുകയും അവരുടെ എല്ലാ കാര്യങ്ങളും അവർക്ക് എന്തൊക്കെ പ്രോഗ്രസ് ആണ്. ഇപ്പൊ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുവരുമ്പോൾ ചിലപ്പോ ബോഡിയൊക്കെ ഭയങ്കര എന്താണ് ഒരു ഇതായിരിക്കും. അത് കഴിഞ്ഞിട്ട് അവർ ട്രീറ്റ്മെന്റിലൂടെ എന്താ മെച്ചപ്പെട്ട് തുടങ്ങിയോ എന്ന് അവര് എന്ത് ചെയ്യുന്നുണ്ട്? മോണിറ്റർ ചെയ്യുന്നുണ്ട് അല്ലെ. രോഗിയുടെ കൂടെ ഇരുന്ന് കൊണ്ട് ഡയറക്റ്റ് കെയർ കൊടുക്കുന്നത് കൊണ്ട് തന്നെ അവർക്ക് അറിയാൻ പറ്റും രോഗി മെച്ചപ്പെട്ട് തുടങ്ങിയോ, കണ്ടീഷൻ മോശമാണോ, അത് അങ്ങനെയുള്ള കാര്യങ്ങൾ അവർ ഒബ്സർവ് ചെയ്യുകയും മോണിറ്റർ ചെയ്യുകയും ചെയ്യുന്നുണ്ട്. ഇനി എന്താണ്? If there is a sudden change in any patient's condition, nurse take appropriate actions such as the medication or calling the doctors. ഇനി എപ്പോഴെങ്കിലും നമ്മളിപ്പോ ചിലപ്പോ രോഗികളുടെ കണ്ടീഷൻ ഒന്നും പറയാൻ പറ്റില്ലല്ലേ. ഡയറക്റ്റ് കെയർ കൊടുത്ത് അവരുടെ ഒപ്പം നിന്നുകൊണ്ട് തന്നെ കെയർ കൊടുക്കുമ്പോ ചിലപ്പോ കണ്ടീഷൻ കുഴപ്പമുണ്ടാവില്ല. പിന്നീട് ചിലപ്പോ കുറച്ച് അവേഴ്സ് ഒക്കെ കഴിയുമ്പോൾ ചിലപ്പോ കണ്ടീഷൻ മോശമാകാം അല്ലെ രോഗികളുടെ. നമുക്കൊന്നും പറയാൻ പറ്റില്ല. അപ്പൊ അങ്ങനെ എന്തെങ്കിലും കണ്ടീഷൻ മോശമാകില്ലെങ്കിൽ പെട്ടെന്ന് തന്നെ രോഗിയുടെ ഹെൽത്ത് ചേഞ്ചസ്, എന്തെങ്കിലും ചേഞ്ചസ് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ രോഗിയുടെ കണ്ടീഷൻ മോശമാവുകയാണെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റും? അപ്പോ തന്നെ ചിലപ്പോ മെഡിക്കേഷൻസിലൂടെ ചിലപ്പോ ആ കണ്ടീഷൻ നമുക്ക് കുറയ്ക്കാൻ പറ്റും അല്ലെ. കണ്ടീഷൻ മോശമാകുന്ന അവസ്ഥയിൽ നിന്ന് അത് കുറയ്ക്കാൻ പറ്റും മെഡിക്കേഷൻ കൊടുത്ത്. ഇനി ഡോക്ടറെ വിളിക്കേണ്ട ആവശ്യമുണ്ടെങ്കിൽ എന്ത് ചെയ്യാം? ഡോക്ടറെ വിളിച്ച് രോഗിയെ ട്രീറ്റ്മെന്റ് കൊടുക്കാം. ഓക്കെ, ക്ലിയർ ആയോ? ഇത്രയും കാര്യങ്ങളാണ് സ്റ്റാഫ് നഴ്സിൽ പറയുന്നത്. ഒന്നുകൂടി മിസ് പറയാം. സ്റ്റാഫ് നഴ്സ് എന്ന് പറഞ്ഞാല് ഹെൽത്ത് കെയർ വർക്കില് ലാർജസ്റ്റ് റോള് വഹിക്കുന്നത് ആരാണ്? സ്റ്റാഫ് നഴ്സുമാരാണ്. അവരുടെ ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്നത് ബാച്ചിലർ ഡിഗ്രി, നഴ്സിംഗ് പ്രോഗ്രാമില് ബാച്ചിലർ ഡിഗ്രി കഴിഞ്ഞവരായിരിക്കണം. അതുപോലെ തന്നെ ഈ സ്റ്റാഫ് നഴ്സ് എന്ന് പറഞ്ഞാല് രോഗിയുടെ കൂടെ നിന്ന് ഡയറക്റ്റ് കെയർ, ഡയറക്റ്റ് പേഷ്യന്റ് കെയർ പ്രൊവൈഡ് ചെയ്യുന്നവരാണ്. അതുപോലെ അവർ കണ്ടിന്യൂസ്ലി രോഗിയെ നോക്കുകയും നിരീക്ഷിക്കുകയും അവരുടെ ഹെൽത്ത് കണ്ടീഷൻ എങ്ങനെയാണ്, എന്തെങ്കിലും പ്രോഗ്രസ് ഉണ്ടോ എന്നൊക്കെ ഐഡന്റിഫൈ ചെയ്യുന്നത് ആരാണ്? സ്റ്റാഫ് നഴ്സുകളാണ്. ഇനി എന്തെങ്കിലും പെട്ടെന്ന് രോഗിയുടെ കണ്ടീഷൻ മോശമാകുകയാണെങ്കിൽ അവര് മരുന്ന് കൊടുത്ത് നിർത്താവുന്നതാണെങ്കിൽ മരുന്ന് കൊടുക്കുന്നത്. അതിനുശേഷം ഇവരുടെ കയ്യിൽ നിൽക്കുന്നില്ല, അല്ലെങ്കിൽ മരുന്ന് കഴിച്ചിട്ട് കണ്ടീഷൻ ഫെയിൽഡ് ആകുകയാണെങ്കിൽ ഡോക്ടറെ വിളിച്ച് അതിനുള്ള ട്രീറ്റ്മെന്റ്. ഓക്കെ, ക്ലിയർ ആയോ? വായിച്ചു നോക്കിയേ. സ്റ്റാഫ് ന്യൂസ് ഒന്ന് വായിച്ചു നോക്കാം കേട്ടോ. പാരഗ്രാഫ് ഒന്ന് വായിക്കാം. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിച്ചു.
ഓക്കെയാണ്, ഡൗട്ട് ഒന്നുമില്ല. ഓക്കെ, അപ്പോ നെക്സ്റ്റ് നമുക്ക് ഡ്യൂട്ടീസ് ആൻഡ് റെസ്പോൺസിബിലിറ്റി നോക്കാം കേട്ടോ സ്റ്റാഫ് നഴ്സിന്റെ. ഫസ്റ്റ് വൺ എന്താണ്? എസ്റ്റാബ്ലിഷ് പേഴ്സണൽ റിലേഷൻ വിത്ത് പേഷ്യന്റ്. എന്തായിരിക്കാം ഫസ്റ്റ് പോയിന്റ് പറയുന്നത്? എസ്റ്റാബ്ലിഷ് പേഴ്സണൽ റിലേഷൻ വിത്ത് പേഷ്യന്റ്. നമുക്കറിയാം അല്ലെ, സ്റ്റാഫ് നഴ്സുകളായതുകൊണ്ട് തന്നെ ഡയറക്റ്റ് കെയർ ആണല്ലേ പേഷ്യൻസിന് കൊടുക്കുന്നത്. അതുകൊണ്ട് തന്നെ പേഷ്യൻസുമായിട്ട് എന്താണ് ഒരു നല്ലൊരു പേഴ്സണൽ ആയിട്ടുള്ള റിലേഷൻഷിപ്പ് മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് അവർക്ക് സാധിക്കുന്നുണ്ട് അല്ലെ. അതാണ് ഫസ്റ്റ് പോയിന്റിൽ പറയുന്നത്. ബന്ധം സ്ഥാപിക്കാനായിട്ട് ഒരു പേഴ്സണൽ ആയിട്ടുള്ള ഒരു ബന്ധം നമുക്കായാലും എന്താണ്, നമ്മള് പലതവണ ഒരാളെ കാണുമ്പോൾ 2 ആഴ്ച അല്ലെങ്കിൽ 1 വീക്ക് ഒക്കെ നമ്മുടെ കൂടെ ഒരാളുണ്ടെങ്കിൽ നല്ലൊരു ബന്ധം സ്ഥാപിക്കാനായിട്ട് പറ്റും അല്ലെ. അതുപോലെ തന്നെയാണ് നമ്മള് ഇവിടെ രോഗികള് ഒരാഴ്ചയോ 2 ആഴ്ചയൊക്കെ ഒരു നഴ്സിന്റെ കൂടെ ഉണ്ടെങ്കിൽ അവർക്ക് ഒരു പേഴ്സണലി ആയിട്ടുള്ള ഒരു റിലേഷൻഷിപ്പ് മെയിൻറ്റെയിൻ ചെയ്തു പോകാനായിട്ട് സഹായിക്കുന്നുണ്ട്. അതുപോലെ തന്നെ നെക്സ്റ്റ് എന്താണ്, നെക്സ്റ്റ് എന്താ പറയുന്നത്? establish a sympathetic environment by providing emotional, psychological, spiritual support to patients, friends and families. അപ്പൊ എന്താണ് പേഷ്യന്റിന്റെ ഫ്രണ്ട്സിനായാലും ഫാമിലീസിനായാലും അതുപോലെ പേഷ്യന്റിനോടും നല്ലൊരു ഫിസിക്കലായിട്ടും മെന്റലായിട്ടും സപ്പോർട്ട് കൊടുക്കാനായിട്ട് സ്റ്റാഫ് നഴ്സുമാർക്ക് കഴിയുന്നുണ്ട്. ഓക്കെ, ഇതാണ് അവരുടെ കൂടെ നിങ്ങൾ ഡയറക്റ്റ് കെയർ ആണ് കൊടുക്കുന്നത് അല്ലെ. ഓ ഇമോഷണലി ആയാലും അതുപോലെ തന്നെ ഫിസിക്കൽ ആയിട്ടുള്ള ഒരു സപ്പോർട്ട് രോഗികൾക്ക് കൊടുക്കാനായിട്ട് സഹായിക്കുന്നുണ്ട്. പിന്നെന്താ പറയുന്നത്? സോൾവ് പേഷ്യന്റ് പ്രോബ്ലംസ്, മെയിൻറ്റെയിൻ സേഫ് ആൻഡ് ക്ലീൻ വർക്കിംഗ് എൻവയോൺമെന്റ്. പേഷ്യൻസിന് എന്തെങ്കിലും പ്രോബ്ലംസ് ഉണ്ടെങ്കിൽ ചിലപ്പോ കെയർ കൊടുക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ട ചിലപ്പോ ഡോക്ടറിൽ നിന്ന് എന്തെങ്കിലും പ്രശ്നങ്ങള് അല്ലെങ്കിൽ ബിഹേവിയർ മാറാം അല്ലെ. മിസ്ബിഹേവിയർ ചെയ്യുമ്പോ അവർക്ക് എന്താണ് പല പ്രശ്നങ്ങളും പേഷ്യൻസിന് അനുഭവപ്പെടാറുണ്ട്. അപ്പൊ അങ്ങനെ വരുമ്പോ അവരുമായിട്ടുള്ള ആ പ്രോബ്ലം എന്താണെന്ന് ചോദിച്ച് മനസ്സിലാക്കി ആ പ്രോബ്ലത്തെ സോൾവ് ചെയ്യാനായിട്ട് ഇവര് സഹായിക്കുന്നുണ്ട്. അതുപോലെ നല്ലൊരു ക്ലീൻ വർക്കിംഗ് എൻവയോൺമെന്റ് സേഫ് ആയിട്ടുള്ള മെയിൻറ്റെയിൻ ചെയ്ത് പോകാനായിട്ട് സഹായിക്കും. സേഫ് ആയിട്ടുള്ള സേഫ് എൻവയോൺമെന്റ് അതുപോലെ തന്നെ ക്ലീൻ വർക്കിംഗ് എൻവയോൺമെന്റ് ഈ സ്റ്റാഫ് നഴ്സ് അതിന്റെ ഹെൽപ്പോട് കൂടി മെയിൻറ്റെയിൻ ചെയ്ത് പോകാനായിട്ട് സഹായിക്കുന്നുണ്ട്. പിന്നെന്താണ് പറയുന്നത്? മെഡിക്കേഷൻ അഡ്മിനിസ്ട്രേഷൻ ആൻഡ് സ്റ്റോറേജ് പ്രൊസീജിയർ. അപ്പോ മെഡിക്കേഷൻസുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ അല്ലെ. ഇപ്പോ രോഗിക്ക് എന്താണ് മരുന്നുകൾ എങ്ങനെ കഴിക്കണം, എത്ര നേരം കഴിക്കണം, ചിലപ്പോ ഒരു ടാബ്ലറ്റ്സ് ഒക്കെ പകുതി കഴിക്കേണ്ടതുണ്ടാവാം അല്ലെ, അല്ലെങ്കിൽ ഡോസ് എങ്ങനെ കഴിക്കണം, എത്ര മില്ലി കഴിക്കണം, എത്ര ml കഴിക്കാം, അപ്പൊ അങ്ങനെയുള്ള സിറപ്പ് ഒക്കെ ആണെങ്കിൽ അങ്ങനെ. അപ്പൊ അങ്ങനെയൊക്കെ ഉള്ള കാര്യങ്ങൾ മെഡിക്കേഷനുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങള്, മരുന്ന് എങ്ങനെ കഴിക്കാം, എങ്ങനെയാണ് സ്റ്റോറേജ് ചെയ്യണം. ചിലപ്പോ മരുന്നുകൾ സ്റ്റോറേജ് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നില്ലേ. ചിലപ്പോ അത് എന്താണ് ഫ്രിഡ്ജിൽ വെക്കേണ്ടതുണ്ടാവും, തണുത്താലെ ടെമ്പറേച്ചറിൽ വെക്കേണ്ടതുണ്ടാവും. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ സ്റ്റോറേജ് ചെയ്യുന്നതുമായിട്ട് ബന്ധപ്പെട്ടത്. അതുപോലെ മെഡിക്കേഷൻസ് മരുന്നുകൾ എങ്ങനെ കഴിക്കണം എന്നുള്ള കാര്യങ്ങളൊക്കെ അവര് പറഞ്ഞു കൊടുക്കുന്നുണ്ട്. ഓക്കെ, അതാണ് മെഡിക്കേഷൻ അഡ്മിനിസ്ട്രേഷൻ ആൻഡ് സ്റ്റോറേജ് പ്രൊസീജിയർ. ഇനി എന്താണ്? ഡോക്യുമെന്റ് പേഷ്യന്റ് കെയർ സർവീസ് ബൈ ചാർജിങ്. പേഷ്യന്റ് കെയറുമായിട്ട് ബന്ധപ്പെട്ട ഡോക്യുമെന്റ്സ് ചാർജ് ചെയ്യുന്നു. മെയിൻറ്റെയിൻ പേഷ്യന്റ് കോൺഫിഡൻസ് ആൻഡ് keep information confidential. അപ്പൊ എന്താണ് കോൺഫിഡൻസ് എന്ന് പറഞ്ഞാൽ? എന്താണ് കോൺഫിഡൻസ്? എന്തായിരിക്കും? എന്താണ് കോൺഫിഡൻസ് എന്ന് പറഞ്ഞാല്? വെരി ഗുഡ്, ആത്മവിശ്വാസം അല്ലെ. രോഗികളുടെ കൂടെ നിന്നുകൊണ്ട് അവർക്ക് ചിലപ്പോ പേടി ഭയം ഒക്കെ ഉണ്ടാവാം. എന്താണ് അസുഖം മാറാത്തത്, എത്ര നാള് കിടക്കേണ്ടി വരും, ഇങ്ങനെയുള്ള പേടികൾ രോഗികൾക്ക് ഉണ്ടാവും അല്ലെ. അപ്പം അവർക്ക് എന്ത് കൊടുക്കണം? സ്റ്റാഫ് നഴ്സുമാര് കൂടെ നിന്നുകൊണ്ട് ഡയറക്റ്റ് കെയർ കൊടുക്കുന്നതിലൂടെ കോൺഫിഡൻസ് ഇംപ്രൂവ് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നത്. രോഗികൾക്ക് ആത്മവിശ്വാസം കൊടുത്ത് മുന്നേറാനായിട്ട് അല്ലെ. സെൽഫ് കോൺഫിഡൻസ് ഓക്കെ, അവർക്ക് നല്ല രീതിയിലുള്ള ഒരു ആത്മവിശ്വാസം കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ
ഇപ്പൊ കോൺഫിഡൻഷ്യൽ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? സീക്രട്ട് അല്ലേ? ചില രോഗികളുടെ എന്താണ് ഇൻഫർമേഷൻസ് ഒക്കെ ആരോടും പറയാതെ നമ്മൾ സീക്രട്ട് ആയിട്ട് വെക്കേണ്ടത് ഉണ്ടാവും അല്ലെ? മറ്റുള്ളവരോട് പറയാതെ അതൊരു കോൺഫിഡൻഷ്യൽ ആയിട്ട് സൂക്ഷിക്കേണ്ടത് അത്യാവശ്യമായിരിക്കും. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എന്താണ് മറ്റുള്ളവരോട് പറയാതെ സീക്രട്ട് ആയിട്ട് സൂക്ഷിക്കുന്നുണ്ട്. അപ്പൊ ഇങ്ങനെയുള്ള ഡ്യൂട്ടീസ് ഒക്കെ ആരുടെയാണ്? സ്റ്റാഫ് നഴ്സിന്റെയാണ്. അതുപോലെ തന്നെ നെക്സ്റ്റ് എന്താണ്? മെയിൻറ്റെയിൻ ദ ഇൻവെന്ററി ചെക്കിങ്. ഇൻവെന്ററി എന്ന് പറഞ്ഞാൽ എന്താണ്? ഇൻവെന്ററി വെരി ഗുഡ്. വിവര പട്ടിക അല്ലെ? സ്റ്റോക്കുകളുടെ വിവര പട്ടിക അല്ലെ? അപ്പൊ അതൊക്കെ കറക്റ്റ് ആയിട്ട് മെയിൻറ്റെയിൻ ചെയ്തിരിക്കുക. ഇനി എന്താ പറയുന്നത്? മെയിൻറ്റെയിൻ പ്രൊഫഷണൽ ആൻഡ് ടെക്നിക്കൽ നോളജ് ബൈ അറ്റൻഡിങ് എഡ്യൂക്കേഷണൽ വർക്ക്ഷോപ്സ്. നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു നഴ്സുമാരെ ഒരു എന്താണ് എഡ്യൂക്കേഷണൽ പ്രോഗ്രാംസ്, ഈ സെമിനാർസുകള് അല്ലെങ്കിൽ അതുപോലെ തന്നെ ട്രെയിനിങ്ങുകളൊക്കെ കൊടുക്കാനായിട്ട് അവരെ വിടും അല്ലെ? അപ്പൊ ഇങ്ങനെയുള്ള ട്രെയിനിങ്, പല പല ക്ലാസ്സുകൾ അറ്റൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട്, പല പല സെമിനാർ അറ്റൻഡ് ചെയ്യുന്നതിലൂടെ അവർക്ക് ധാരാളം അറിവുകള് സ്വായത്തമാക്കാനായിട്ട് സഹായിക്കുന്നുണ്ട്. മനസ്സിലായോ? ഓക്കെ. ധാരാളം ഇങ്ങനെയുള്ള ട്രെയിനിങ്ങുകള്, ഇങ്ങനെയുള്ള ക്ലാസ്സുകള്, അതുപോലെ ഇങ്ങനെയുള്ള സെമിനാറുകള്, പല പല സെമിനാറുകള് അറ്റൻഡ് ചെയ്യിപ്പിക്കുന്നതിലൂടെ അവരുടെ ആ സ്കില്ലും അതുപോലെ തന്നെ നോളജും വർദ്ധിപ്പിക്കാനായിട്ട് സഹായിക്കുന്നു. ഇതൊക്കെയാണ് ഡ്യൂട്ടീസ് ആൻഡ് റെസ്പോൺസിബിലിറ്റീസ് എന്ന് പറയുന്നത് കേട്ടോ. ആരുടെയാണ്? സ്റ്റാഫ് നഴ്സിന്റെ ആണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് കേട്ടോ. ക്ലിയർ ആണോ? ഫസ്റ്റ് പോയിന്റ് ഒന്നുകൂടി പറയാൻ എന്താണ്? ഈ സ്റ്റാഫ് നഴ്സിന് പേഷ്യന്റുമായിട്ട് നല്ലൊരു റിലേഷൻഷിപ്പ് മെയിൻറ്റെയിൻ ചെയ്ത് പോകാനായിട്ട് സഹായിക്കുന്നുണ്ട്. അതുപോലെ അവിടെ വരുന്ന പേഷ്യൻസിന്റെ ഫാമിലിക്കും ഫ്രണ്ട്സിനൊക്കെ ഇമോഷണലി അല്ലെങ്കിൽ എന്താണ് ഫിസിക്കൽ ആയിട്ടുള്ള ഒരു നല്ലൊരു സപ്പോർട്ട് കൊടുക്കാനായിട്ട് സഹായിക്കും. അതുപോലെ തന്നെ പേഷ്യൻസിന്റെ പ്രോബ്ലംസ് ഉണ്ടാവും. പേഷ്യൻസുമായിട്ട് പല പല പ്രോബ്ലംസ് ഉണ്ടായേക്കാം ഹോസ്പിറ്റലിൽ വരുമ്പോൾ. അപ്പൊ അങ്ങനെയുള്ള പ്രോബ്ലംസ് ഒക്കെ സോൾവ് ചെയ്യുന്നതിന് നല്ലൊരു സേഫ് ആയിട്ടുള്ള സെക്യൂർഡ് ആയിട്ടുള്ള എൻവയോൺമെന്റ് പ്രൊവൈഡ് ചെയ്യാനായിട്ട് സഹായിക്കുന്നുണ്ട്. അതുപോലെ എന്താണ് മരുന്നുകള് എങ്ങനെയാണ് കഴിക്കേണ്ടത്, എങ്ങനെയാണ് സ്റ്റോർ ചെയ്യേണ്ടത്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കുന്നു. അതുപോലെ തന്നെ ഡോക്യുമെന്റ് പേഷ്യന്റ് കെയർ സർവീസ്, അവരുടെ പേഷ്യന്റ് കെയർ സർവീസുമായിട്ട് ബന്ധപ്പെട്ട ഡോക്യുമെന്റ്സ് ചാർട്ട് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ പേഷ്യൻസിന്റെ കോൺഫിഡൻസ് ഇംപ്രൂവ് ആക്കാനായിട്ട് സഹായിക്കുന്നുണ്ട്. പേഷ്യൻസിന്റെ കോൺഫിഡൻഷ്യൽ ആയിട്ടുള്ള ഇൻഫർമേഷൻസ് അത് എന്താണ് മറ്റുള്ളവരോട് പറയാതെ സീക്രട്ട് ആയിട്ട് സൂക്ഷിക്കണം. അതിനുള്ള ഡ്യൂട്ടിമാരുടെയാണ്? സ്റ്റാഫ് നഴ്സിന്റെയാണ്. അതുപോലെ തന്നെ ഇൻവെന്ററി ചെക്കിംഗ് അല്ലെ? കറക്റ്റ് ആയിട്ട് വിവരപട്ടികകൾ ചെക്ക് ചെയ്ത് അത് മെയിൻറ്റെയിൻ ചെയ്ത് പോകണം. അതുപോലെ തന്നെ നമ്മള് എന്താണ് പ്രൊഫഷണൽ ആയിട്ട് ടെക്നോളജിക്കൽ നോളജ് ബൈ അറ്റൻഡിങ് എഡ്യൂക്കേഷണൽ വർക്ക്ഷോപ്പുകള്, പല പല സെമിനാറുകള്, പല പല ക്ലാസ്സുകള്, പല പല ട്രെയിനിങ്ങുകള് നമ്മൾ ഈ സ്റ്റാഫ് നഴ്സിന് കൊടുക്കും. അങ്ങനെയുള്ള സെമിനാറുകൾ അറ്റൻഡ് ചെയ്യുന്നതിലൂടെയും പല പല ക്ലാസ്സുകൾ അറ്റൻഡ് ചെയ്യുന്നതിലൂടെയും അവരുടെ നോളജ് വർദ്ധിപ്പിക്കാനായിട്ട് പല പല എക്സ്പീരിയൻസ് അവർക്ക് കിട്ടുന്നതിന് വേണ്ടിയിട്ട് സഹായിക്കുന്നുണ്ട്. നോളജ് ഇംപ്രൂവ് ചെയ്യാനായിട്ട് സഹായിക്കുന്ന കാര്യങ്ങളാണ് ഡ്യൂട്ടീസ് ആൻഡ് റെസ്പോൺസിബിലിറ്റീസ്. റെസ്പോൺസിബിലിറ്റീസ് ആയിട്ട് വരുന്നുണ്ടോ?
കഴിഞ്ഞോ? ഓക്കെ ആണോ? സ്റ്റാഫ് നഴ്സിന്റെ ഡ്യൂട്ടീസ് ആൻഡ് റെസ്പോൺസിബിലിറ്റി. ഓക്കെ. ഇനി നെക്സ്റ്റ് വൺ ലാസ്റ്റ് പോർഷൻ ആണ് കേട്ടോ. നഴ്സിംഗ് അസിസ്റ്റന്റ്. നഴ്സിംഗ് അസിസ്റ്റന്റ് ഓർ അസിസ്റ്റന്റ് നഴ്സിംഗ്. അണ്ടർലൈൻ ചെയ്തേ. നഴ്സിംഗ് അസിസ്റ്റന്റിനെ പറയുന്ന മറ്റൊരു പേരാണ് അസിസ്റ്റന്റ് നഴ്സിംഗ് എന്ന് പറയുന്നത് കേട്ടോ. Nursing assistant or assistant nursing is individual who works under a staff nurse in supportive role under. എന്താണ് ഈ നഴ്സിംഗ് അസിസ്റ്റന്റിന്റെ ഡ്യൂട്ടി എന്ന് പറഞ്ഞാല് സ്റ്റാഫ് നഴ്സുകളെ സപ്പോർട്ട് ചെയ്യുക എന്ന ഡ്യൂട്ടിയാണ് അസിസ്റ്റന്റ് നഴ്സിന്റെ വരുന്നത്. അസിസ്റ്റന്റ് നഴ്സിന്റെ ഡ്യൂട്ടി ആയിട്ട് പറയുന്നത്. അസിസ്റ്റന്റ് ഹാവ് ഡ്യൂട്ടീസ് ലൈക്ക് helping patient with their basic needs. എന്താണ് അവരുടെ ഡ്യൂട്ടി എന്ന് പറഞ്ഞാല് പേഷ്യന്റിന്റെ ബേസിക് ആയിട്ടുള്ള നീഡ്സ് എന്ത് ചെയ്ത് കൊടുക്കാം, നിറവേറ്റി കൊടുക്കാം. ക്ലിയർ ആയോ? അതാണ് അസിസ്റ്റന്റ് നഴ്സിന്റെ ഡ്യൂട്ടി എന്ന് പറയുന്നത്. ഒന്ന് അണ്ടർലൈൻ ചെയ്യാട്ടോ. അസിസ്റ്റന്റ് ഹാവ് ഡ്യൂട്ടി ലൈക്ക് ഹെൽപ്പിംഗ് പേഷ്യന്റ് വിത്ത് ദയർ ബേസിക് നീഡ്സ്. Okay, basic needs is underline ചെയ്യാം. Helping patient with their basic needs. ഒന്ന് അണ്ടർലൈൻ ചെയ്ത് വെക്കാം. അപ്പൊ പെട്ടെന്ന് ക്യാച്ച് ചെയ്യുന്നത്. ഓക്കെ, ഇനി എന്താണ് പറയുന്നത്? അത് മനസ്സിലായില്ലേ? ഇനി തേർഡ് വൺ നോക്കിയേ. They must be complete short-term diploma course of nursing. അപ്പൊ അവരുടെ എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ എന്താണ്? ഷോർട്ട്-ടേം ഡിപ്ലോമ കോഴ്സ് ഓഫ് നഴ്സിംഗ്. ഷോർട്ട്-ടേം ഡിപ്ലോമ കഴിഞ്ഞവരായിരിക്കണം. ഡിപ്ലോമ കോഴ്സ് കഴിഞ്ഞവരായിരിക്കണം. ഇത്രയും പറയുന്നുള്ളൂ കേട്ടോ. നഴ്സിംഗ് അസിസ്റ്റന്റിന്റെ മറ്റൊരു പേരാണ് അസിസ്റ്റന്റ് നഴ്സ്. ഇവർ എന്ത് ചെയ്യുന്നുണ്ട്? സ്റ്റാഫ് നഴ്സുകളെ സഹായിക്കുന്നവരാണ് അല്ലെ. ഇനി ഈ അസിസ്റ്റന്റ് നഴ്സിംഗിന്റെ ഡ്യൂട്ടി എന്താണ്? ബേസിക് നീഡ്സ്, ആരുടെ? പേഷ്യന്റിന്റെ ബേസിക് നീഡ്സില് നിറവേറ്റി കൊടുക്കുക, അല്ലെങ്കിൽ ബേസിക് നീഡ്സ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങള് ചെയ്ത് കൊടുക്കാം. ഓക്കെ, ഇത്രയും മനസ്സിലായോ? അതുപോലെ തന്നെ ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്നത് ഷോർട്ട് ടൈം ഡിപ്ലോമ കോഴ്സ് ഓഫ് നഴ്സിംഗ്. ഇത്രയും വരെ മനസ്സിലാക്കാം കേട്ടോ. ഇനി ഡ്യൂട്ടി ആൻഡ് റെസ്പോൺസിബിലിറ്റി ഒന്ന് നോക്കിയേ. ഹെൽപ്പ് പേഷ്യൻസ് യൂസ് ദ ബാത്റൂം. നമ്മൾ പറഞ്ഞു അല്ലെ, ബേസിക് നീഡ്സില് സഹായിക്കുന്നവരായിരിക്കണം ആര്? നഴ്സിംഗ് അസിസ്റ്റന്റ് എന്ന് പറയുന്നത്. അപ്പൊ എന്ത് ചെയ്യുന്നുണ്ട്? ഹെൽപ്പ് പേഷ്യന്റ് യൂസ് ദ ബാത്റൂം. ബാത്റൂമില് പോകാനായിട്ട് അല്ലെങ്കിൽ ബാത്റൂം യൂസ് ചെയ്യാനായിട്ട് സഹായിക്കാം. അതുപോലെ തന്നെ ക്ലീൻ ആൻഡ് ബാത്തിങ് പേഷ്യന്റ്. എന്ത് ചെയ്യണം? പേഷ്യന്റിനെ ശരീരം വൃത്തിയാക്കാം, കുളിപ്പിച്ചു കൊടുക്കുക, അങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യാം. ഇനി എന്താണ്? മെയിൻറ്റെയിൻ പേഷ്യൻസ് നിർമ്മാണം പോലെ. ഓക്കെ, അതാണ് കേട്ടോ. ഓക്കെ, മെയിൻറ്റെയിൻ പേഷ്യൻസ് ഹൈജീൻ ആൻഡ് ചേഞ്ച് ഫിറ്റിംഗ്. നമ്മൾ പറഞ്ഞല്ലേ, വൃത്തിയാക്കാം, ബോഡിയൊക്കെ വൃത്തിയാക്കി അത് സംരക്ഷിക്കാം. അതുപോലെ തന്നെ ചേഞ്ച് ഫിറ്റിംഗ്. എന്താണ്? ഫിറ്റുകളൊക്കെ കവറൊക്കെ ചേഞ്ച് ചെയ്ത് ചിലപ്പോ കിടപ്പോടുകൂടി കിടക്കുന്ന പേഷ്യൻസ് ഒക്കെ ഉണ്ടാവുമല്ലോ, അവരെ അതിൽ നിന്ന് മാറ്റി ബെഡ് കവറൊക്കെ ചേഞ്ച് ചെയ്ത് നല്ല വൃത്തിയാക്കി കൊടുക്കുക. ഇനി എന്താണ്? ടേം റിപ്പോസിഷൻ ആൻഡ് മൂവ് പേഷ്യൻസ് ബിറ്റ്വീൻ. എന്താണ്? വീൽ ചെയർസ്, സീറ്റ്സ് ആൻഡ് ബെഡ്സ്. അറിയാലോ, വീൽ ചെയറിലൊക്കെ മാറ്റാം. ചിലപ്പോ കിടപ്പ് അല്ലെങ്കിൽ ഒരു വശം തളർന്ന രോഗികളൊക്കെ ഉണ്ടെങ്കിൽ അവരങ്ങനെ വീൽ ചെയറിലോട്ട് ഇരുത്തി കൊടുക്കാം, അല്ലെങ്കിൽ സീറ്റിലോട്ട് കസേരയിലോട്ട് ഇരുത്താം, അങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്തു കൊടുക്കാം. ഇനി എന്താണ്? സർവ് മീൽസ് ആൻഡ് ഹെൽപ് പേഷ്യൻസ് ടേക്ക് ദെയർ ഫുഡ്. എന്ത് ചെയ്യണം? അവർക്ക് ഫുഡ് കൊടുക്കുക. ചിലപ്പോ എടുത്ത് കഴിക്കാനായിട്ട് ബുദ്ധിമുട്ടായിരിക്കും, അപ്പൊ അവർക്ക് ഇങ്ങനെ എന്താണ് വാരി കൊടുക്കുക, അങ്ങനെയുള്ള കാര്യങ്ങൾ, ഫുഡ് കൊടുക്കുക, അങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യാം. ഇനി എന്താണ്? മെഷർ വൈറ്റൽ സൈൻസ് സച്ച് ആസ് ബ്ലഡ് പ്രഷർ, ടെമ്പറേച്ചർ ആൻഡ് റിപ്പോർട്ട് ടു RN. എന്ത് ചെയ്യണം? ബ്ലഡ് പ്രഷർ, ടെമ്പറേച്ചർ ഒക്കെ ചെക്ക് ചെയ്തിട്ട് ആർക്കാ റിപ്പോർട്ട് സമർപ്പിക്കണം? ആർക്കാണ്? RN. ആരാണ്? RN ആരായിരിക്കും? ഫുൾ ഫോം എന്ന് പറഞ്ഞേ. രജിസ്റ്റേർഡ് നഴ്സിന് റിപ്പോർട്ട് സമർപ്പിക്കണം. ഓക്കെ, ഇത്തരം കാര്യങ്ങളാണ് ആരുടെ? നഴ്സിംഗ് അസിസ്റ്റന്റിന്റെ കാര്യങ്ങള്, ഡ്യൂട്ടീസ് ആൻഡ് റെസ്പോൺസിബിലിറ്റീസ് ആയിട്ട് വരുന്നത് കേട്ടോ. ക്ലിയർ ആണോ? വായിച്ചു നോക്കി, എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിച്ചോളൂ കേട്ടോ.
ഇതോടുകൂടി നമ്മുടെ ചാപ്റ്റർ കംപ്ലീറ്റ് ആയിട്ടോ. എക്സാം പറഞ്ഞിട്ടില്ലല്ലേ നിങ്ങളോട്? പോർഷൻസ് കംപ്ലീറ്റ് ആക്കിയിട്ട് ഇനി ഒരു ചാപ്റ്റർ കൂടി എടുക്കാനില്ലേ? ടെർമിനോളജി പറഞ്ഞിട്ടില്ല. ഓക്കെ, അപ്പൊ ഇപ്പൊ തുടങ്ങിയ റിവിഷൻ സ്റ്റാർട്ട് ചെയ്ത് തുടങ്ങാം കേട്ടോ. ടെർമിനോളജി മാത്രമാണോ നിങ്ങൾക്ക് ഇനി എടുക്കാനുള്ളത്? ഇപ്പോഴേ തുടങ്ങി, ഞാൻ പറഞ്ഞിട്ടുണ്ട് ഇപ്പോഴേ തുടങ്ങി സ്റ്റാർട്ട് ചെയ്ത് റിവിഷൻസ് ഒക്കെ സ്റ്റാർട്ട് ചെയ്ത് തുടങ്ങാം കേട്ടോ. മോക്ക് ടെസ്റ്റ് ഒക്കെ നോക്കാം, റിവിഷൻസ് സ്റ്റാർട്ട് ചെയ്ത് തുടങ്ങാം. ഓക്കെ, ഇനി നമുക്കൊന്ന് മെഡിക്കൽ ടെർമിനോളജി സ്റ്റാർട്ട് ചെയ്യാം. ജസ്റ്റ് ഒന്ന് സ്റ്റാർട്ട് ചെയ്ത് വെക്കാം കേട്ടോ. ജസ്റ്റ് ഒന്ന് ക്വസ്റ്റ്യൻസ് ഒക്കെ ഒന്ന് പറഞ്ഞു തരാം എന്താണെന്ന് കേട്ടോ. ചാപ്റ്റർ 15 മെഡിക്കൽ ടെർമിനോളജി എടുക്കുന്നില്ല ഇന്ന്. ഇതൊന്ന് ജസ്റ്റ് ഒന്ന് ഓവറോൾ ആയിട്ട് പറഞ്ഞു തരാം ഇതൊക്കെയാണ്. നെക്സ്റ്റ് ക്ലാസ്സോടെ കേട്ടോ. ഓക്കെ, അപ്പൊ മെഡിക്കൽ ടെർമിനോളജി എന്ന് പറഞ്ഞാല് എന്താണ്? ലാംഗ്വേജ് ഓഫ് മെഡിസിൻ ആണ് കേട്ടോ. ആ മെഡിസിൻ ഒറിജിനേറ്റ് ചെയ്ത് വരുന്നത് ഗ്രീക്ക് ആൻഡ് ലാറ്റിൻ വേർഡിൽ നിന്നാണ്. അതുപോലെ തന്നെ ഇതൊരു ഇന്റർനാഷണൽ ലാംഗ്വേജ് ആയിട്ടാണ് കൺസിഡർ ചെയ്യുന്നത്. അപ്പോ ഈ മെഡിക്കൽ ടെർമിനോളജിയിൽ എന്താണ്? മെഡിക്കൽ വേർഡ്സ് ആയിരിക്കും. അപ്പോ ഈ മെഡിക്കൽ വർക്കേഴ്സിന് അങ്ങോട്ടും ഇങ്ങോട്ടും അവർക്ക് തമ്മിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് മെഡിക്കൽ ടെർമിനോളജി യൂസ് ചെയ്യുന്നത്. മെഡിക്കൽ വേർഡ്സുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നതുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ് മെഡിക്കൽ ടെർമിനോളജി വന്നിരിക്കുന്നത്. ഇത്രയും മനസ്സിലായില്ലേ? അതുപോലെ തന്നെ മെഡിക്കൽ ടെർമിനോളജി നമ്മൾ പല പല പാർട്ടുകളായിട്ടാണ് പഠിക്കുന്നത്. പ്രിഫിക്സ് ഉണ്ട്, സഫിക്സ് ഉണ്ട്, റൂട്ട് വേർഡ്സ് ഉണ്ട്. റൂട്ട് വേർഡ്സിനെ പറയുന്ന അനന്തർ നെയിമാണ് കോമൺ റൂട്ട് വേർഡ്സ്. നിങ്ങളൊന്ന് ജസ്റ്റ് ഒന്ന് ആ പേജുകളൊന്ന് മറിച്ചു കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റും കേട്ടോ. കോമൺ റൂട്ട് വേർഡ്സ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ നമ്മൾ പഠിക്കുന്നത് അബ്രിവേഷൻ എന്താണ്? ഓക്കെ, അപ്പൊ ഞാൻ പറഞ്ഞു മെഡിക്കൽ ടെർമിനോളജിയിൽ പല പല പാർട്സുകളായിട്ടാണ് നമ്മൾ പഠിക്കുന്നത്. പ്രിഫിക്സ്, സഫിക്സ്, കോമൺ റൂട്ട് വേർഡ്സ്. അതുപോലെ തന്നെ നമ്മൾ ഇതിൽ കൊടുത്തിട്ടില്ല, ഇവിടെ കൊടുത്തിട്ടുണ്ട്. റൂട്ട് വേർഡ്സിന്റെ ഉള്ളിൽ കൊടുത്തിട്ടുണ്ട് കമ്പൈനിങ് വവൽസ്. വവൽസ് കമ്പൈൻ ചെയ്തുകൊണ്ടാണ് വേർഡ്സിനെ പറയുന്നത് കേട്ടോ. അതും കൂടി 4 കമ്പോണൻസ് ആയിട്ടാണ് പഠിക്കുന്നത് നമ്മൾ. മനസ്സിലായോ? ഇത്രയും കാര്യങ്ങൾ മനസ്സിലായോ? പ്രിഫിക്സ് ഉണ്ട്, സഫിക്സ് ഉണ്ട്, റൂട്ട് വേർഡ്സ് ഉണ്ട്. ഓക്കെ, ക്യാച്ച് ചെയ്യാൻ പറ്റുന്നുണ്ടോ പറയുന്നത്? എന്തിനു വേണ്ടിയിട്ടാണ് മെഡിക്കൽ ടെർമിനോളജി വന്നത്? മെഡിക്കൽ വർക്കേഴ്സിന് അങ്ങോട്ടും ഇങ്ങോട്ടും തമ്മിൽ അവര് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് കേട്ടോ. അതുപോലെ തന്നെ ചാപ്റ്റർ ഇമ്പോർട്ടന്റ് ആണ്. നിങ്ങള് കുറച്ച് കാര്യങ്ങൾ ഇവിടെ കൊടുത്തിട്ടുണ്ട്. പ്രിഫിക്സ് എന്നൊക്കെ പറഞ്ഞ് കൊടുത്തിരിക്കുന്നത് കണ്ടോ? ഇതില് എല്ലാം നിങ്ങൾ പഠിക്കേണ്ട ആവശ്യമില്ല. ഓരോ ചാപ്റ്ററിലും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കുറച്ച് ഭാഗങ്ങൾ, കുറച്ച് കാര്യങ്ങളുണ്ട്. ഒരു 5-6 7 പഠിക്കാനുള്ളത് നമുക്ക് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളത് കേട്ടോ. അത് മിസ് ഒന്ന് മാർക്ക് ചെയ്ത് തരാം. അത് മാത്രം ഒന്ന് നിങ്ങൾ പഠിച്ചു വെക്കാം. കോഡാണ് കേട്ടോ. ഓക്കെ, മനസ്സിലായോ? ഇത്രയും. ഇനി പ്രിഫിക്സ് എന്ന് പറയുന്നത് എന്താണ്? മെഡിക്കൽ ടേമിന്റെ തുടക്ക ഭാഗത്തെയാണ് പ്രിഫിക്സ് എന്ന് പറയുന്നത് കേട്ടോ. ഓക്കെ, മെഡിക്കൽ ടേമിന്റെ തുടക്ക ഭാഗത്തെയാണ് നമ്മൾ പ്രിഫിക്സ് എന്ന് പറയുന്നത്. ഓക്കെ, അതുപോലെ തന്നെ സഫിക്സ് എന്ന് പറഞ്ഞാൽ മെഡിക്കൽ ടേമിന്റെ എൻഡ് ഓഫ് ദ വേർഡ്, അവസാന ഭാഗത്തെയാണ് നമ്മൾ പറയുന്നത് സഫിക്സ്. ഇനി റൂട്ട് വേർഡ്സ് എന്ന് പറയുന്നത് എന്താണ്? ഇറ്റ് ഈസ് ദ സ്റ്റെം ഓഫ് ദ വേർഡ്, സമാണ് റൂട്ട് വേർഡ്. അല്ലെങ്കിൽ എന്താണ്? ഒരു എസെൻഷ്യൽ എലമെന്റ് ഓഫ് ദ പാർട്ട്. മെഡിക്കൽ ടേമിന്റെ ഒരു എസെൻഷ്യൽ എലമെന്റ് എന്ന് കൂടി പറയാം കേട്ടോ. ഓക്കെ, മിസ് നെക്സ്റ്റ് ക്ലാസ്സിൽ കറക്റ്റ് ആയിട്ട് പറയാം കേട്ടോ. ഇപ്പൊ ജസ്റ്റ് ഒന്ന് വെറുതെ ഒന്ന് മിസ് പറയുന്നുള്ളൂ കേട്ടോ. പേടിക്കേണ്ട ആവശ്യമില്ല. അടുത്ത ക്ലാസ്സിൽ മിസ് കറക്റ്റ് ആയിട്ട് എടുത്തു തരാം.
ഓക്കെ, ടൈമില്ലാത്തത് കൊണ്ടാണ് മിസ് ഇങ്ങനെ പറഞ്ഞത് കേട്ടോ. ഇന്ന് തുടങ്ങി വെച്ചെന്നുള്ളൂ. പ്രിഫിക്സ് എന്ന് പറഞ്ഞാല് മെഡിക്കൽ ടേമിന്റെ ബിഗിനിങ് ഓഫ് ദ വേർഡ്. പാടല്ല, കുഴപ്പമില്ല, പേടിക്കണ്ട. ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള മിസ് അടയാളപ്പെടുത്തി തരാം, മാർക്ക് ചെയ്ത് തരാം. അത് മാർക്ക് ലിസ്റ്റ് ഒന്ന് നോക്കിയാൽ കേട്ടോ. എക്സാമിന് വരുന്ന കാര്യങ്ങൾ പറഞ്ഞു തരാം. പ്രിഫിക്സ് എന്ന് പറഞ്ഞത് മനസ്സിലായില്ലേ? മെഡിക്കൽ ടേമിന്റെ ബിഗിനിങ് പാർട്ട്, തുടക്ക ഭാഗത്തെയാണ് പ്രിഫിക്സ് എന്ന് പറയുന്നത്. സഫിക്സ് എന്ന് പറഞ്ഞാല് അവസാന ഭാഗം, മെഡിക്കൽ ടേമിന്റെ അവസാന ഭാഗത്തെ. അതുപോലെ തന്നെ പ്രൂഫ് വേർഡ് എന്ന് പറഞ്ഞാല് എസെൻഷ്യൽ പാർട്ട് ഓഫ് ദി മെഡിക്കൽ ടേം, എസെൻഷ്യൽ പാർട്ട് ആണ് കേട്ടോ. ഇത്രയും വരെയും ക്ലിയർ ആണോ? ഓക്കെ, പറഞ്ഞത് അവിടെ ഇവിടെ ക്ലിയർ ആണ് അല്ലെ? വേർഡ് എന്ന് പറഞ്ഞാൽ എസെൻഷ്യൽ പാർട്ട് ഓഫ് ദി മെഡിക്കൽ ടേം ആണ് കേട്ടോ. ഇനി ഓരോന്നും വിവരിച്ച് പറഞ്ഞു കഴിയുമ്പോൾ നിങ്ങൾക്ക് ക്ലിയർ ആവും. ഓക്കെ, നെക്സ്റ്റ് ക്ലാസ്സിൽ മിസ് പറയാം കേട്ടോ. ഇത്ര വരെ ഓക്കെ ആണോ എല്ലാവർക്കും? ഓക്കെ, ഇത്ര വരെ മിസ് എടുക്കുന്നുള്ളൂ. നെക്സ്റ്റ് ക്ലാസ്സിൽ ഒന്നുകൂടി നന്നായിട്ട് പറഞ്ഞു തരാം കേട്ടോ. ടൈമില്ലാത്തത് കൊണ്ടാണ് കേട്ടോ. താങ്ക് യു.